ongoing thing. ഹായ് ഫ്രണ്ട്സ്, അനിയക്ക് എഡ്യൂടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ PSCക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ജീവശാസ്ത്രത്തിലെ കോശം എന്ന് പറയുന്ന വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കോശത്തെ പറ്റിയിട്ടുള്ള ഒരു സമഗ്രമായ പഠനമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ഈ ചാനൽ ഇതുപോലുള്ള തുടർന്നുള്ള വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ കോശത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജീവശാസ്ത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് കോശം. അപ്പോൾ കോശത്തിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ ആദ്യം നോക്കാം. അടിസ്ഥാനപരമായിട്ട് എന്താണ് കോശം? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെൽ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. സെൽ ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകമാണ് സെൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം? അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. സെൽ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. സെൽ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം ചെറിയ മുറി എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് കോശത്തെ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് അതൊരു ചെറിയ മുറി ആണ്. അതുകൊണ്ടാണ് സെൽ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ സെൽ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നാണ്. ഇനി ഓർത്ത് വെച്ചേക്കേണ്ട മറ്റൊരു കാര്യമാണ് കോശത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത്. കോശത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്നത് സൈറ്റോളജി എന്നാണ്. സൈറ്റോളജി ഓർത്ത് വെച്ചിരിക്കുക. സൈറ്റോളജി വേർഡ് സൈറ്റോ എന്ന് പറയുന്നത് കോശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓളജി അല്ലെങ്കിൽ LOGY എന്ന് പറയുന്നത് പഠനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കോശവുമായിട്ട് ബന്ധപ്പെട്ട പഠനമാണ് സൈറ്റോളജി. ഇനി രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം: ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്നാണ്. അതായത് ഒറ്റ കോശം മാത്രമുള്ള ഒരു ജീവി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശമില്ലാതെ ഒരു ജീവിക്കും ജീവിക്കാനാകില്ല. പക്ഷേ എത്ര കോശങ്ങളാണ് ജീവന് വേണ്ടത് എന്ന് ഒരു നിശ്ചയവുമില്ല. അതായത് ഒരു കോശമുണ്ടെങ്കിലും ഒരു ജീവിക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് കോടാനുകോടി കോശങ്ങളുണ്ട്. അപ്പോൾ ഒരു കോശമുണ്ടെങ്കിലും ജീവിക്കാം, കോടാനുകോടി കോശങ്ങളുണ്ടെങ്കിലും ജീവിക്കാം. അപ്പോൾ ഏകകോശ ജീവികളെന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, യൂണിസെല്ലുലാർ ഓർഗാനിസം. അവർക്ക് ഒറ്റ കോശം മാത്രമാണുള്ളത്. ബഹുകോശ ജീവികളാണെങ്കിൽ ഒന്നിലധികം കോശങ്ങളുണ്ടായിരിക്കും, നമ്മളെയൊക്കെ പോലെ. ഇപ്പോൾ ബഹുകോശ ജീവികളുടെ എക്സാമ്പിൾ സുഖമായിട്ട് ഓർത്തു വയ്ക്കാം. അത് ജന്തുക്കളും സസ്യങ്ങളുമാണ്, അല്ലേ? ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ഒരുപാട് കോശങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഉദാഹരണങ്ങൾ സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏകകോശ ജീവികളുടെ എക്സാമ്പിളുകളാണ്. ഓർത്ത് വെച്ചേക്കുക. ബാക്ടീരിയ ഒരു ഏകകോശ ജീവിയാണ്. അമീബ, യുഗ്ലീന, പാരമീസിയം. ഏതൊക്കെയാണ്? ബാക്ടീരിയ, അമീബ, യുഗ്ലീന, പാരമീസിയം. ഇവയെല്ലാം ഒറ്റ കോശങ്ങളുള്ള അല്ലെങ്കിൽ ഏകകോശങ്ങളുള്ള ജീവികളാണ്. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് റോബർട്ട് ഹൂക്കിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതായത് കോശത്തെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് റോബർട്ട് ഹൂക്ക്. റോബർട്ട് ഹൂക്കിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കോശവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് കോശത്തെ കണ്ടുപിടിച്ചത് ഈ പറയുന്ന റോബർട്ട് ഹൂക്കാണ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച കോശം എന്ന് പറയുന്നത് മുൻപ് കുപ്പികളൊക്കെ അടയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു തരത്തിൽ കോർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ തടിക്കഷ്ണം പോലുള്ള അടപ്പ് കൊണ്ടാണ്. അപ്പോൾ ഈ കോർക്കിൽ അദ്ദേഹം മൈക്രോസ്കോപ്പ് വഴി നിരീക്ഷിച്ചപ്പോഴാണ് കോശം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് വഴി ആദ്യമായിട്ട് കോശത്തെ നിരീക്ഷിച്ചതും റോബർട്ട് ഹൂക്കാണ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, കുപ്പിയിലുണ്ടായിരുന്ന അടപ്പാണ് എങ്കിൽ അതിനൊരിക്കലും ജീവൻ ഉണ്ടായിരിക്കില്ല, അല്ലേ? അപ്പോൾ ജീവനില്ലാത്ത കോശത്തെയാണ് റോബർട്ട് ഹൂക്ക് കണ്ടുപിടിച്ചത്. പക്ഷേ ആദ്യമായിട്ട് കോശത്തെ കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. അതുകൊണ്ട് തന്നെ റോബർട്ട് ഹൂക്ക് സൈറ്റോളജിയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കോശം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. സൈറ്റോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഹൂക്കാണ്. ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചതും റോബർട്ട് ഹൂക്കാണ്. ഇനി കോശത്തിൻ്റെ ഘടന, കോശത്തിൻ്റെ സ്ട്രക്ചർ ആദ്യമായി ചിത്രീകരിച്ച പുസ്തകത്തിൻ്റെ പേര് മൈക്രോഗ്രാഫിയ എന്നാണ്. പേരെന്താണ്? മൈക്രോഗ്രാഫിയ. നമുക്കറിയാം, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് എന്നാണ് അർത്ഥം. അപ്പോൾ മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞാൽ കോശത്തിൻ്റെ ഘടന ആദ്യമായി ചിത്രീകരിച്ച പുസ്തകമാണ്. ഇനി ആരാണ് മൈക്രോഗ്രാഫിയ രചിച്ചത്? ആദ്യമായിട്ട് കോശത്തെ കണ്ടുപിടിക്കുന്നതും നിരീക്ഷിക്കുന്നതും എല്ലാം റോബർട്ട് ഹൂക്കാണ്. അപ്പോൾ ആ കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിക്കുന്ന പുസ്തകവും രചിക്കേണ്ടത് റോബർട്ട് ഹൂക്ക് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, കോശത്തെ കണ്ടുപിടിച്ചതും സൈറ്റോളജിയുടെ പിതാവും പിന്നീട് ആദ്യമായി കോശത്തെ നിരീക്ഷിച്ചതും കോശത്തിൻ്റെ ഘടന ആദ്യമായിട്ട് ചിത്രീകരിച്ച പുസ്തകം ആയ മൈക്രോഗ്രാഫിയെ എഴുതിയതും റോബർട്ട് ഹൂക്കാണ്.
ഇനി കോശവുമായിട്ട് ബന്ധപ്പെട്ട ചില ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. റോബർട്ട് ഹൂക്ക് ഒരു ശാസ്ത്രജ്ഞൻ തന്നെയാണ്. അതോടൊപ്പം ഓർത്ത് വയ്ക്കേണ്ടതാണ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് തിരിഞ്ഞു പോകാതെ തെറ്റിപ്പോകാതെ ഓർത്ത് വയ്ക്കണം. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് കോശത്തെ കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്ക് ആണെങ്കിലും അദ്ദേഹം കണ്ടുപിടിച്ചത് ജീവനില്ലാത്ത കോശത്തെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള കോശം, ആദ്യമായിട്ട് ജീവനുള്ള കോശം കണ്ടുപിടിച്ചത് ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് ആൻഡൻ വാൻ ല്യൂവൻഹൂക്ക് എന്നാണ്. ആൻഡൻ വാൻ ല്യൂവൻഹൂക്ക്. തിരിഞ്ഞു പോകരുത്. ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ല്യൂവൻഹോക്ക് ആണെന്ന് ആലോചിക്കുക. ലിവിങ് സെല്ല് കണ്ടുപിടിച്ചത് ല്യൂവൻഹോക്ക് ആണെന്ന് ആലോചിക്കുക. ഇനി സസ്യകോശം കണ്ടുപിടിച്ചത്, കൃത്യമായിട്ട് പറഞ്ഞാൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് MJ സ്ലീഡനാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? MJ സ്ലീഡൻ. 1838 കണ്ടുപിടിച്ചത്. വർഷം ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. ഇനി ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമായതാണ് എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് തിയോഡോർ ഷ്വാൻ ആണ്. തിയോഡോർ ഷ്വാൻ 1839. അപ്പോൾ സസ്യകോശവും ജന്തുകോശവും തങ്ങളിൽ പലർക്കും പെട്ടെന്ന് തിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കാനായിട്ടൊരു വഴി പറഞ്ഞുതരാം. തിയോഡോർ ഷ്വാൻ, ഷ്വാൻ എന്ന് പറയുന്നതിനെ ശ്വാനൻ എന്നാലോചിക്കുക. ശ്വാനൻ എന്ന് പറഞ്ഞാൽ നായയാണ്. അപ്പോൾ നായ ഒരു ജന്തുവാണ്. അതുകൊണ്ട് ജന്തുകോശം കണ്ടുപിടിച്ചത് ഷ്വാൻ അഥവാ തിയോഡോർ ഷ്വാനാണ്. അപ്പോൾ തിയോഡോർ ഷ്വാൻ ജന്തുകോശമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സസ്യകോശവും കിട്ടും. സസ്യകോശം കണ്ടുപിടിച്ചത് MJ സ്ലീഡനാണ്. ഇനി കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സ്ലീഡനും ഷ്വാനുമാണ്. MJ സ്ലീഡനും തിയോഡോർ ഷ്വാനും. അത് ഓർത്തു വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കോശ സിദ്ധാന്തം എന്ന് പറയുന്നത് തന്നെ സസ്യങ്ങളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്, ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. ഈ 2 പോയിന്റുകൾ ചേർന്നതാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം. അപ്പോൾ സെൽ തിയറി ആവിഷ്കരിക്കേണ്ടത് ഈ 2 കാര്യങ്ങളും കണ്ടുപിടിച്ച ആളുകളായിരിക്കുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ലീഡനും ഷ്വാനുമാണ് ഈ പറയുന്ന കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഇനി ഓർത്തു വയ്ക്കേണ്ട ഒന്നാണ്, കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാരാണ്? കോശ സിദ്ധാന്തം പരിഷ്കരിച്ചതാരാണ്? അദ്ദേഹത്തിൻ്റെ പേര് റുഡോൾഫ് വിർഷോ എന്നാണ്. റുഡോൾഫ് വിർഷോ. അപ്പോൾ റുഡോൾഫ് വിർഷോയാണ് കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം കോശ സിദ്ധാന്തത്തെ പരിഷ്കരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പോയിൻ്റാണ്, നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ. ന്യൂ സെൽസ് ക്യാൻ ബി ഒറിജിനേറ്റഡ് ഓൺലി ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതായത് നമുക്കറിയാം കോശ വിഭജനം വഴിയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഉള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശത്തെ ഉണ്ടാക്കുവാൻ സാധിക്കൂ. അല്ലാതെ പെട്ടെന്ന് ഒരു കോശത്തെ, ഇപ്പോൾ രക്താണുവിൻ്റെ ഒരു കോശത്തെ പുതിയതായിട്ട് ഉണ്ടാക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. ഒരു കോശത്തിൽ നിന്ന് മാത്രമേ പുതിയ കോശത്തെ ഉണ്ടാക്കുവാൻ സാധിക്കൂ എന്നുള്ളതാണ് റുഡോൾഫ് വിർഷോ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് റുഡോൾഫ് വിർഷോ ആണെന്ന് ആലോചിക്കുക. നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് കണ്ടുപിടിച്ചതാരാണ്? റുഡോൾഫ് വിർഷോ. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം കൂടി കോശ സിദ്ധാന്തത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തെ കോശ സിദ്ധാന്തം പരിഷ്കരിച്ച വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം കൂടി ഓർത്തു വെച്ചേക്കാൻ പറ്റുമെങ്കിൽ ഓർത്തു വെച്ചേക്കുക. 1858 റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നുള്ളൂ എന്ന് കണ്ടുപിടിച്ചത്. ഇനി ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, കോശ സിദ്ധാന്തം ബാധകമല്ലാത്ത ജീവവിഭാഗം ഏതാണ്? അപ്പോൾ ഈ ഒരു കൊറോണ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, കോശ സിദ്ധാന്തം ബാധകമല്ലാത്തത് വൈറസുകൾക്കാണ്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ വൈറസുകൾ സത്യം പറഞ്ഞാൽ ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് പോലും ജീവശാസ്ത്രത്തിന് ഉറപ്പിക്കാൻ പറ്റാത്തൊരു ജീവിയാണ്. കാരണം ശരീരത്തിനകത്താണെങ്കിൽ, ജീവനുള്ള ഒരു ശരീരത്തിനകത്താണെങ്കിൽ വൈറസ് ജീവനുള്ള ഒരു ജീവിയെപ്പോലെയും, പക്ഷേ ശരീരത്തിന് പുറത്താണെങ്കിൽ ജീവനില്ലാത്ത ഒരു വസ്തുവിനെ പോലെയുമാണ് അത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന് പുറത്താണെങ്കിൽ വൈറസിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വൈറസ് കോശ സിദ്ധാന്തത്തിന് ബാധകമല്ല എന്നാണ് പറയപ്പെടുന്നത്. ഇനി ആരാണ് കോശമർമ്മം കണ്ടുപിടിച്ചത്? എന്താ കോശമർമ്മം? കോശമർമ്മം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് എന്നാണ്. സെൽ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ആൾ റോബർട്ട് ബ്രൗൺ ആണ്. അപ്പോൾ സെല്ല് കണ്ടുപിടിച്ചതാണ് റോബർട്ട് ഹൂക്കാണ്. തിരിഞ്ഞു പോകരുത്. സെല്ല് കണ്ടുപിടിച്ചത് റോബർട്ട് ഹൂക്കാണ്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. 1831 റോബർട്ട് ബ്രൗൺ കോശമർമ്മം അഥവാ ന്യൂക്ലിയസിനെ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ PSC കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന പേര് സെല്ലുലോസ് എന്നാണ്. അപ്പോൾ 2 ഓർത്ത് വെച്ചേക്കാൻ പറ്റുമെങ്കിൽ 2 ഓർത്ത് വെച്ചേക്കാം. സെല്ലുലോസും പെക്റ്റിനും കൊണ്ടിട്ടാണ് കോശഭിത്തി നിർമ്മിക്കുന്നത്. കോശഭിത്തി, സെൽ വോൾ. അപ്പോൾ സെൽ വോളിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഈ കോശഭിത്തി എന്ന് പറയുന്ന സാധനം പ്ലാന്റ്സിൽ മാത്രമേ ഉള്ളൂ. പ്ലാന്റ്സിൽ മാത്രം ഉള്ളതാണ് കോശഭിത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോശഭിത്തിയിൽ എന്തൊക്കെ മൂലകങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കോശഭിത്തിയിൽ 2 മൂലകങ്ങളാണുള്ളത്. ഒന്ന് കാൽസ്യം.
കാൽസ്യവും മഗ്നീഷ്യവും. കോശഭിത്തിയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും മഗ്നീഷ്യവും. ഇനി കോശത്തിൻ്റെ പുറമേയുള്ള ഭാഗം, ഞാൻ പറഞ്ഞു കോശഭിത്തി എന്ന് പറയുന്നത് സസ്യകോശങ്ങളിൽ മാത്രമുള്ളതാണ്. പക്ഷേ എല്ലാ കോശങ്ങളിലും പുറമേയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്നത് കോശസ്തരം എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൽ മെംബ്രെയിൻ. സ്തരം എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ആണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇനി സ്തരം അല്ലെങ്കിൽ മെംബ്രെയിൻ എന്തിനാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കവർ ചെയ്യാനാണ് സ്തരം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്തരം എന്നാണ് നമ്മൾ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ കോശത്തിനെ ആവരണം ചെയ്യുന്ന അല്ലെങ്കിൽ കോശത്തിനെ കവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോശസ്തരമാണ്, സെൽ മെംബ്രെയിൻ. അത് സസ്യകോശങ്ങളിലുണ്ട്, ജന്തുകോശങ്ങളിലുണ്ട്. ഇനി കോശസ്തരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. ഇപ്പോൾ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. ഇനി കോശത്തിൻ്റെ മോഡലും, കോശസ്തരത്തിന് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാണ് പറയപ്പെടുന്നത്. അത് +1 +2 ബയോളജിയിലൊക്കെ കൃത്യമായിട്ട് ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുള്ളതാണ്. കോശസ്തരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അപ്പോൾ കോശസ്തരം ഏത് മോഡലിലാണുള്ളത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിലാണ് കോശസ്തരം ഉള്ളതെന്ന് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? 2 പേരാണ്, സിംഗറും നിക്കോൾസണും. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് എന്ന് കണ്ടുപിടിച്ചത് സിംഗറും നിക്കോൾസണുമാണ്. ഇപ്പോൾ കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? സിംഗറും നിക്കോൾസണും. ഇനി വളരെ പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടായേക്കാവുന്ന ഒരു സംഭവമാണ് ജീവദ്രവ്യവും കോശദ്രവ്യവും. ജീവദ്രവ്യത്തിന് ഇംഗ്ലീഷ് പ്രോട്ടോപ്ലാസം, കോശദ്രവ്യത്തിന് ഇംഗ്ലീഷ് സൈറ്റോപ്ലാസം. ഞാൻ പറഞ്ഞു സൈറ്റോ മീൻസ് കോശം എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ കോശദ്രവ്യവും ജീവദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സംഭവം ഒന്നുമില്ല. ഒരു കോശത്തിനകത്തുള്ള കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാം ചേരുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അപ്പോൾ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശത്തിനകത്തുള്ള എല്ലാം ഉണ്ട്. എന്നാൽ കോശത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കോശമർമ്മം. കോശമർമ്മം ഒഴികെ കോശത്തിനകത്തുള്ള മറ്റെല്ലാ വസ്തുക്കളും ചേരുന്നതാണ് കോശദ്രവ്യം. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അതൊരിക്കലും തിരിഞ്ഞു പോകത്തില്ല. ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കോശദ്രവ്യവും ഉണ്ടാകും, കോശമർമ്മവും ഉണ്ടാകും. പക്ഷേ ജീവദ്രവ്യത്തിൽ കോശമർമ്മം ഒഴികെ ബാക്കിയുള്ളതാണ് കോശദ്രവ്യം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും ചേരുന്നതാണ്. ഇപ്പോൾ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിനെ ഒഴിവാക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞു ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകമാണ് കോശം. കോശമില്ലെങ്കിൽ ഒരിക്കലും ജീവൻ ഇല്ല അല്ലേ. അപ്പോൾ കോശത്തിനകത്തുള്ള എല്ലാ വസ്തുക്കളെയും ചേർത്തിട്ട് പറയുന്നതാണ് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം. അപ്പോൾ കോശത്തിനകത്തുള്ള എല്ലാം ചേരുന്നത് പ്രോട്ടോപ്ലാസമാണ്. കോശമില്ലെങ്കിൽ ജീവനില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ജീവൻ്റെ കണികയാണെന്ന്. കാരണം പ്രോട്ടോപ്ലാസം ഇല്ല എങ്കിൽ ജീവനില്ല അല്ലേ. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ജീവൻ്റെ കണികയാണ്. ജീവൻ്റെ കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം അഥവാ ജീവദ്രവ്യമാണ്. അങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? അങ്ങനെ അഭിപ്രായപ്പെട്ട ആളുടെ പേര് TH ഹക്സ്ലി എന്നാണ്. TH ഹക്സ്ലി. ഇപ്പോൾ TH ഹക്സ്ലിയുടെയും JE പർക്കിൻജിയുടെയും പേരുകൾ തിരിഞ്ഞു പോകാതെ ഓർത്ത് വച്ചേക്കണം. ഒന്നാമത്തേത് ജീവൻ്റെ കണികയാണ് ജീവദ്രവ്യം എന്ന് അഭിപ്രായപ്പെട്ടത് TH ഹക്സ്ലിയാണ്. അടുത്തത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസം എന്ന പേര് അല്ലെങ്കിൽ പദം രൂപീകരിച്ചത് ആരാണ്? ആ പദം രൂപീകരിച്ചത് JE പർക്കിൻജിയാണ്. പേര് രൂപീകരിച്ചത് പർക്കിൻജിയാണെന്ന് ഓർക്കുക. പേര് രൂപീകരിച്ചത് പർക്കിൻജിയാണെന്ന് ഓർക്കുക. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് ജീവദ്രവ്യം, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് കോശദ്രവ്യം. ഇംഗ്ലീഷിൽ പഠിച്ചവർക്ക് മലയാളം ഒന്ന് ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഓർത്ത് വെച്ചേ പറ്റൂ. പ്ലാസം എന്ന വാക്കിൻ്റെ അർത്ഥം ദ്രവ്യമാണ്. അത് ഓർത്തു വെച്ചാൽ തുടർന്നുള്ള സമയങ്ങളിലും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അപ്പോൾ കോശദ്രവ്യവും ജീവദ്രവ്യവും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. TH ഹക്സ്ലിയെയും JE പർക്കിൻജിയെയും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. കോശമർമ്മം അല്ലെങ്കിൽ സെൽ ന്യൂക്ലിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോശമർമ്മം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ ആണല്ലേ. റോബർട്ട് ബ്രൗൺ 1831 കോശമർമ്മം കണ്ടുപിടിക്കുന്നത്. കോശമർമ്മത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. കോശമർമ്മത്തെ ആവരണം ചെയ്യുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു കോശമർമ്മമാണെങ്കിലും ഇനി എന്താണെങ്കിലും ആവരണം ചെയ്യുന്നത് ഒരു സ്തരമായിരിക്കും അല്ലേ. അപ്പോൾ കോശമർമ്മത്തെ ആവരണം ചെയ്യുന്നത് മർമ്മസ്തരമാണ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ്. ഇനി കോശത്തിനകത്തേക്ക്, കോശമർമ്മത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവം വേറൊന്നുമല്ല, പദാർത്ഥങ്ങൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഏതു വഴിയാണ്?
നമുക്കറിയാമല്ലേ, കോശമർമ്മത്തിനകത്തുനിന്നും പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും ഒരു വസ്തു പോകണമെങ്കിൽ അവിടെ ഹോൾസ് ഉണ്ടാകണം. അപ്പോൾ ഹോളിൻ്റെ മറ്റൊരു പേരാണ് പോർ, PORE. അപ്പോൾ ന്യൂക്ലിയസിലുള്ളത് കൊണ്ടായതുകൊണ്ട് അതിനെ ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കും. മലയാളം കൂടി പഠിക്കണം, മർമ്മരന്ധ്രം എന്നാണ് മലയാളം. അപ്പോൾ മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നത് മർമ്മരന്ധ്രം അഥവാ ന്യൂക്ലിയർ പോറാണ്. ഇനി ന്യൂക്ലിയസിനകത്ത് ഗോളാകൃതിയിലുള്ളൊരു വസ്തുവുണ്ട്. ഈ ഗോളാകൃതിയിലുള്ള വസ്തുവാണ് ന്യൂക്ലിയസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് സെല്ലിനെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയസിനെ കൺട്രോൾ ചെയ്യുന്ന ചെറിയൊരു സാധനമുണ്ട്, അതാണ് ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം. അപ്പോൾ മർമ്മത്തിനകത്ത് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മർമ്മകം അല്ലെങ്കിൽ ന്യൂക്ലിയോലസ്. ഈ മർമ്മകമാണ് റൈബോസോം നിർമ്മിക്കുന്നത്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മർമ്മകമാണ്. ഞാൻ പറഞ്ഞു, ഒരു ന്യൂക്ലിയസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലൊന്നാണ് റൈബോസോം നിർമ്മാണം. അപ്പോൾ അതിന് സഹായിക്കുന്ന മർമ്മകം എന്ന് പറയുന്നത് ന്യൂക്ലിയസിനെ കൺട്രോൾ ചെയ്യുന്നതാണെന്ന് ഓർക്കുക. അപ്പോൾ മർമ്മത്തിനുള്ളിൽ ഇനിയൊരു ദ്രവഭാഗമുണ്ട്, അതാണ് മർമ്മദ്രവ്യം അല്ലെങ്കിൽ ന്യൂക്ലിയോപ്ലാസം. ഞാൻ പറഞ്ഞു ദ്രവ്യം എന്ന് പറഞ്ഞാൽ പ്ലാസം എന്നാണ്. അപ്പോൾ ന്യൂക്ലിയോപ്ലാസം മർമ്മത്തിനുള്ളിലുള്ള ദ്രവഭാഗമാണ്. ഇനി മർമ്മദ്രവ്യത്തിലെ അതായത് ന്യൂക്ലിയോപ്ലാസത്തിലെ വലക്കണ്ണികൾ പോലുള്ളൊരു ഭാഗമുണ്ട്. അതിന് പറയുന്ന പേരാണ് ക്രൊമാറ്റിൻ ജാലിക അഥവാ ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്ന് പറയും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ജാലികയുടെ ഇംഗ്ലീഷാണ് റെറ്റിക്കുലം. അപ്പോൾ ക്രൊമാറ്റിൻ ജാലിക അല്ലെങ്കിൽ ക്രൊമാറ്റിൻ റെറ്റിക്കുലമാണ് മർമ്മദ്രവ്യത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്നത്. ഇനി പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഓർത്തു വെച്ചേക്കുക. കോശമർമ്മത്തോടു കൂടി നമ്മൾ പഠിക്കുന്ന രണ്ട് പേരുകളാണ് പ്രോകാരിയോട്ടും യൂകാരിയോട്ടും. പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ട്. അതായത് കൃത്യമായിട്ടൊരു ആവരണമൊന്നുമില്ലാത്ത വ്യക്തമായ ന്യൂക്ലിയസുകൾ ഇല്ലാത്ത ജീവികൾ. അപ്പോൾ അത് കൂടുതലും ഏകകോശ ജീവികളാണ് എന്ന് കരുതി ഏകകോശ ജീവികളായിട്ടുള്ള അമീബയൊക്കെ യൂകാരിയോട്ടാണ് കേട്ടോ, അതുകൊണ്ട് തിരിഞ്ഞു പോകരുത്. അപ്പോൾ പ്രോകാരിയോട്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 1 ബാക്ടീരിയ, 2 സയനോ ബാക്ടീരിയ, 3 മൈക്കോപ്ലാസ്മ. അപ്പോൾ പ്രോകാരിയോട്ടിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ ബാക്ടീരിയയും സയനോ ബാക്ടീരിയയും ഓർത്തിരിക്കാൻ എളുപ്പമാണെങ്കിലും ഈ സയനോ ബാക്ടീരിയ ഒരിക്കലും ഒരു ബാക്ടീരിയ അല്ല. പേരങ്ങനെയാണെങ്കിലും അതൊരു ആൽഗയാണ്, ഒരു തരം പായലാണ്. ഇനി മൈക്കോപ്ലാസ്മയെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ജീവനുള്ള ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മയ്ക്കാണുള്ളതെന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ പ്രോകാരിയോട്ട് കൃത്യമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ട്. ഇനി അടുത്തത് യൂകാരിയോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ ന്യൂക്ലിയസ് ഉള്ള ഒരു കോശമുള്ള ജീവികളാണ് യൂകാരിയോട്ടിക് ആയിട്ടുള്ള ജീവികൾ. യൂകാരിയോട്ടിക് കോശം എന്ന് പറയുന്നത് കൃത്യമായ സ്ഥലത്തോടു കൂടിയ ആവരണത്തോടു കൂടിയ ന്യൂക്ലിയസ് അഥവാ കോശമർമ്മമുള്ള ജീവികളാണ് യൂകാരിയോട്ട്. പ്രധാനപ്പെട്ട എക്സാമ്പിൾ സസ്യകോശവും ജന്തുകോശവും ഒക്കെയാണ്. അപ്പോൾ തിരിഞ്ഞു പോകരുതാത്ത ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന അമീബ. ഇനി എന്താണ് ബഹുന്യൂക്ലിയർ കോശങ്ങൾ അല്ലെങ്കിൽ സീനോസൈറ്റ്? സംഭവമൊന്നുമില്ല, ഒരു കോശത്തിൽ ഒന്നിലധികം കോശമർമ്മങ്ങൾ കാണപ്പെടുന്ന ചില കോശങ്ങളുണ്ട്. അതായത് സാധാരണ ഒരു കോശത്തിൽ ഒരു മർമ്മം മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ ചില കോശങ്ങളിൽ ഒന്നിലധികം ന്യൂക്ലിയസുകൾ കാണും. അവരെ ബഹുന്യൂക്ലിയർ കോശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ പേര് നമുക്ക് പഠിച്ചു വയ്ക്കാൻ എളുപ്പമാണ്, ബഹുന്യൂക്ലിയർ കോശങ്ങൾ. പക്ഷേ ഈ പേര് കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കണം, സീനോസൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് സീനോസൈറ്റ്? സീനോസൈറ്റ് ഓർത്ത് വെച്ചേക്കണം. അടുത്തത് അതിൻ്റെ എക്സാമ്പിളാണ്, സീനോസൈറ്റിൻ്റെ എക്സാമ്പിളാണ് അസ്ഥികളിൽ ഓസ്റ്റിയോക്ലാസ്റ്റ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറയുന്ന കോശങ്ങൾ ഈ പറയുന്ന ബഹുന്യൂക്ലിയർ കോശങ്ങളാണ്. ഇനി എന്താണ് ന്യൂക്ലിക് ആസിഡുകൾ എന്നുകൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നമ്മുടെ കോശത്തിൽ 2 ന്യൂക്ലിക് ആസിഡുകളാണുള്ളത്. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള പേരുകളാണ് DNA-യും RNA-യും. അപ്പോൾ ഈ DNA-യുടെയും RNA-യുടെയും പൂർണ്ണ രൂപം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. DNA എന്ന് പറയുന്നത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും RNA എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡുമാണ്. ബാക്കിയെല്ലാം ഒരേപോലെയാണ്. DNA-ക്ക് ഒരു ഡിയോക്സി കൂടി അധികം വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പോൾ DNA എന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇനി അടുത്തത് കോശാംഗങ്ങളാണ്, അതായത് സെൽ ഓർഗനൽസ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഓരോ കോശത്തിനുള്ളിലും കോശ അംഗങ്ങളുണ്ട്. അവരാണ് കോശത്തിലെ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത്. അതായത് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായിട്ട് കോശത്തിനുള്ളിൽ കാണപ്പെടുന്ന കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അവയവങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് കോശത്തിൻ്റെ അവയവങ്ങൾ. അതിൽ ഒന്നാമത്തേത് മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയ ഊർജ്ജ സ്രോതസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മൈറ്റോകോൺട്രിയയാണ് കോശത്തിനുള്ളിൽ വെച്ച് കോശ ശ്വസനം നടത്തിയതിനു ശേഷം ഓക്സിജനെയും ഗ്ലൂക്കോസിനെയും ഗ്ലൂക്കോസിനെയും ഉപയോഗിച്ച്
ATPയുടെ രൂപത്തിലുള്ള ഊർജ്ജത്തെ ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ജീവനുള്ള എല്ലാ ശരീരത്തിലും കോശത്തിനുള്ളിൽ ഊർജ്ജത്തെ കാണപ്പെടുന്നത് ATPയുടെ രൂപത്തിലാണ്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ATP എന്താണ്? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് പൂർണ്ണ രൂപം. കോശ ശ്വസനം പഠിക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി തീർച്ചയായിട്ടും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, മൈറ്റോകോൺട്രിയയാണ് കോശ ശ്വസനത്തിലൂടെ ഊർജ്ജത്തെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി എവിടെയാണ് മൈറ്റോകോൺട്രിയ കൂടുതലായി കാണപ്പെടുന്നത്? അത് കരളിലും തലച്ചോറിലും പേശികളിലുമാണ്. നമുക്കറിയാമല്ലേ, കരളിലും തലച്ചോറിലും പേശികളിലുമാണ് കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഊർജ്ജം ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് മൈറ്റോകോൺട്രിയ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസിനകത്തുള്ള ദ്രവത്തെ മർമ്മദ്രവ്യം എന്ന് പറയുന്നു, കോശത്തിനകത്തുള്ള ദ്രവ്യത്തെ കോശദ്രവ്യം എന്ന് പറയുന്നു. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന കോശാംഗത്തിനകത്തും ഒരു ദ്രവ്യമുണ്ട്. പക്ഷേ ആ ദ്രവ്യത്തിന് നമ്മളൊരു വ്യത്യസ്തമായ പേരാണ് ഉപയോഗിക്കുന്നത്, അതാണ് മെട്രിക്സ്. അപ്പോൾ മെട്രിക്സ് എന്ന വാക്ക് ഓർത്ത് വെച്ചേക്കുക. മാട്രിക്സ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺട്രിയയ്ക്കുള്ളിലുള്ള ദ്രവഭാഗത്തിലുള്ള സാധനമാണ് മാട്രിക്സ്. ഇനി ഓർത്ത് വെച്ചേക്കുക, മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ക്രിസ്റ്റേ. അപ്പോൾ ക്രിസ്റ്റേ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാനൊരു ചിത്രം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മൈറ്റോകോൺട്രിയയുടെ ഇൻറ്റേർണൽ ഡയഗ്രാം ഉൾപ്പെടുന്ന ചിത്രം. ഈ ചിത്രത്തിൽ ഈ മടക്കുകൾ പോലെ കാണപ്പെടുന്നതാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റേ എന്ന് പറയുന്നത് ഈ മടക്കുകൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്ന വസ്തുക്കളാണ് ക്രിസ്റ്റേ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ ക്രിസ്റ്റേകളിൽ, മൈറ്റോകോൺട്രിയയുടെ ക്രിസ്റ്റേകളിലും മറ്റുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന, ക്രിസ്റ്റേകളിലും ഈ പറയുന്ന കോശസ്തരത്തിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിൻ്റെ ആകൃതിയിലുള്ള വസ്തുക്കളുടെയാണ് ഓക്സിസോം അഥവാ F0 F1 കണികകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ നോക്കിയാൽ മനസ്സിലാകും, മൈറ്റോകോൺട്രിയയിൽ കണ്ടോ, ഈ പറയുന്ന ഇവിടെയുള്ള ഭാഗം അല്ലെങ്കിൽ ഇവിടെയുള്ള ഭാഗത്തെയൊക്കെയാണ് ഓക്സിസോം അഥവാ F0 F1 കണികകൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും, അതിന് ടെന്നീസ് റാക്കറ്റിൻ്റെ ഒരു ആകൃതിയാണ്. അതിനെയാണ് ഓക്സിസോം എന്ന് പറയുന്നത്. ഒരു F0 പോർഷനും ഉണ്ട്, ഒരു F1 പോർഷനും ഉണ്ട്. നിങ്ങളതിനെ F0 F1 കണികകൾ എന്ന് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ കോശാംഗമാണ്. അതാണ് അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അന്തർ എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്നാണ്, അതുകൊണ്ടാണ് എൻഡോ എന്ന വാക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ദ്രവ്യം എന്ന് പറഞ്ഞാൽ പ്ലാസം എന്നാണ്. അപ്പോൾ അന്തർദ്രവ്യ എൻഡോപ്ലാസ്മിക് ജാലിക റെറ്റിക്കുലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ്. കോശത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു പദാർത്ഥങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനുള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പിന്നെ കോശമർമ്മവുമായിട്ട് ചേർന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റൈബോസോം നിർമ്മിക്കുന്നത് എവിടെയാണ്? കോശമർമ്മത്തിനുള്ളിലെ മർമ്മകമാണ് റൈബോസോം നിർമ്മാണത്തിന് സഹായിക്കുന്നത്. ഈ ന്യൂക്ലിയസിനുള്ളിൽ റൈബോസോം ഉണ്ടായതിനു ശേഷം അത് കോശദ്രവ്യത്തിലേക്ക് വരുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വഴിയിട്ടാണ്. അതുകൊണ്ടാണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? കോശദ്രവ്യത്തിലെ ഉള്ളിലുള്ള അന്തർദ്രവ്യ ജാലികയ്ക്ക് അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് ആ പേര് നിർദ്ദേശിച്ചത് ക്ലൗഡ് ഫുല്ലമാണ്. അത് 1952 അപ്പോൾ ഇവിടെ വിട്ടുപോയൊരു ചോദ്യമുണ്ട്. മൈറ്റോകോൺട്രിയ കണ്ടുപിടിച്ചത് ബെൻഡ എന്ന് പറയുന്ന വ്യക്തിയാണ്. 1899 ബെൻഡ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മൈറ്റോകോൺട്രിയയെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ മൈറ്റോകോൺട്രിയ കണ്ടുപിടിച്ചത് ബെൻഡയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് എന്താണ്? ഗോൾഗി കോംപ്ലക്സ് മൂന്നാമത്തെ കോശാംഗമാണ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്തരങ്ങളെ ചെറുസ്തര സഞ്ചിയിലാക്കുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു രാസാഗ്നികളും ഹോർമോണുകളും ഒക്കെയാണ് ഈ ഗോൾഗി കോംപ്ലക്സ് ഉള്ളിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ രാസാഗ്നികളും ഹോർമോണുകളും ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതിനെ ഉണ്ടാക്കുന്ന ഗ്രന്ഥികോശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥികോശങ്ങളിലാണ് ഈ പറയുന്ന ഗോൾഗി കോംപ്ലക്സ് കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് ഫേനം അഥവാ വാക്വോൾ എന്നാണ്. ഫേനം എന്ന് പറയുന്നത് ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ ആവരണത്തിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കുക. ടോണോപ്ലാസ്റ്റ് എന്നാണ് ഫേനത്തിൻ്റെ ആവരണത്തിൻ്റെ പേര്. അത് ഉറപ്പായിട്ടും ഓർത്ത് വെച്ചേക്കുക. ഫേനത്തിൻ്റെ ആവരണത്തിൻ്റെ പേരെന്താണ്? ടോണോപ്ലാസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലമാണ് ആ സംഭവം, പക്ഷെ അതിന് പ്രത്യേകം ഒരു പേരുണ്ട്, ടോണോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ലൈസോസോമും സെൻട്രോസോമും നല്ല ഒരു ചേർച്ചയുള്ള പേരുകളാണല്ലേ. അപ്പോൾ ലൈസോസോമും സെൻട്രോസോമും ഒരേപോലെ തന്നെ ഓർത്ത് വെച്ചേക്കുക. കാരണം ജന്തുകോശങ്ങളിൽ മാത്രമുള്ള കോശാംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ലൈസോസോമും സെൻട്രോസോമും. അപ്പോൾ അത് മറക്കാതിരിക്കുക.
ഇനി എന്താണ് ലൈസോസോം? ലൈസോസോമിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് വെച്ചാൽ വിഴുങ്ങി നശിപ്പിക്കുക എന്നാണ് പറയാറുള്ളത്. അതായത് ലൈസോസോം ഈ പറയുന്ന പുറത്തുനിന്ന് വരുന്ന വസ്തുവിനെ വിഴുങ്ങി അത് സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ചില സമയങ്ങളിൽ മറ്റൊരു പ്രക്രിയ കൂടി നടക്കാറുണ്ട്. അതായത് അന്യവസ്തുക്കളെ അല്ലാതെ ലൈസോസോം സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ കൂടി ദഹിപ്പിക്കാറുണ്ട്. അപ്പോൾ സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, മിസ്റ്റേക്കാണ്. സ്വന്തം കോശത്തിലെ മറ്റുള്ള കോശാംഗങ്ങളെ ഈ ലൈസോസോം ദഹിപ്പിക്കാറുണ്ട്. ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓട്ടോഫേഗി. ഓട്ടോഫേഗി എന്നാണ്, സ്വയം കഴിക്കുക എന്നുള്ളതാണ് ഓട്ടോഫേഗിയുടെ അർത്ഥം. അപ്പോൾ ആരാണ് ലൈസോസോം കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ ഡി ഡ്യൂ ആണ്. അപ്പോൾ ക്രിസ്ത്യൻ ഡി ഡ്യൂവാണ് ലൈസോസോം കണ്ടുപിടിച്ചത്. ഇനി എന്താണ് സെൻട്രോസോം? സെൻട്രോസോമിൽ ഒറ്റ കാര്യം മാത്രം പഠിച്ചാൽ മതി. സെൻട്രോസോം എന്ന് പറയുന്നത് കോശ വിഭജനത്തിൽ പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്ന ഒരു ഭാഗമാണ്. സെൻട്രിയോൾ എന്ന് പറയുന്നത് കോശ വിഭജനത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു വസ്തുവാണ്. അത് കാണപ്പെടുന്നത് ഈ സെൻട്രോസോമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സെൻട്രോസോമും സെൻട്രിയോളും ഒക്കെ ജന്തുകോശത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി എന്താണ് ജീവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്? ജൈവകണങ്ങൾ. അപ്പോൾ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക, ജീവൻ്റെ കണിക എന്താണ്? ജീവദ്രവ്യമാണ്, ഒരിക്കലും അത് ജൈവകണങ്ങളല്ല. അപ്പോൾ ജീവൻ്റെ കണിക എന്ന് പറയുന്നത് ജീവദ്രവ്യം അഥവാ പ്രോട്ടോപ്ലാസമാണ്. അതിനെ ജൈവകണങ്ങളുമായിട്ട് മിക്സ് ചെയ്യരുത്. ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത് കോശത്തിലെ ഒരു കോശാംഗമാണ്. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് സസ്യകോശത്തിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ ധർമ്മം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഫോട്ടോസിന്തസിസും അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണവും പിന്നെ ചില ഭാഗങ്ങളുടെ ഒരു സംഭരണം, അതായത് സസ്യം ഉണ്ടാക്കുന്ന ആഹാരത്തിൻ്റെ സംഭരണമായിട്ടൊക്കെ ഈ പറയുന്ന പ്ലാസ്റ്റിഡുകൾ മാറാറുണ്ട്. പല തരത്തിലുള്ള പ്ലാസ്റ്റിഡുകളുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ് തുടങ്ങി പല തരത്തിലുള്ള പ്ലാസ്റ്റിഡുകളും കാണപ്പെടുന്നുണ്ട്. അടുത്തത് കോശാംഗങ്ങളും വെളിപ്പേരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണിത്. കൃത്യമായിട്ട് എഴുതി ഓർത്ത് വെച്ചേക്കുക. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കോശാംഗങ്ങളെ പറ്റിയിട്ട് ഓർത്ത് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അതായത് കോശ മസ്തിഷ്കം, നമുക്കറിയാം കോശത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അപ്പോൾ കോശത്തിൻ്റെ മസ്തിഷ്കം എന്ന് എന്തുകൊണ്ടും വിളിക്കാൻ സാധിക്കുന്നത് ന്യൂക്ലിയസിനെയാണ്. ഇനി കോശത്തിൻ്റെ പവർ ഹൗസ് നമ്മൾ പറഞ്ഞു, മൈറ്റോകോൺട്രിയയാണ് ഊർജ്ജത്തെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഊർജ്ജത്തെ ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ തീർച്ചയായിട്ടും പവർ ഹൗസ് എന്ന് പറയേണ്ടത്. അതുകൊണ്ടാണ് മൈറ്റോകോൺട്രിയയെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത്. ഇനി ആരാണ് കോശത്തിൻ്റെ അസ്ഥികൂടം? കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന അന്തർദ്രവ്യ ജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പോൾ നമുക്കറിയാം അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വന്തം കോശാംഗങ്ങളെ വിഴുങ്ങി നശിപ്പിക്കുക എന്നൊരു പരിപാടി ലൈസോസോം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ലൈസോസോമിന് കൊടുത്തിട്ടുള്ള പേരുകളാണ് ആത്മഹത്യാ സഞ്ചികൾ. ഇനി ഡൈജസ്റ്റീവ് ബാഗ് എന്നൊരു പേരുണ്ട്, കാരണം അതിനെ സ്വന്തമായിട്ട് വിഴുങ്ങാറുണ്ടല്ലേ അത്. ഇനി അടുത്തതാണ് ഡൊമിനേഷൻ സ്ക്വാഡ്. ഡൊമിനേഷൻ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ചാവേറുകൾ എന്നൊക്കെ പറയാം. അതായത് ഒരു എതിരാളിയെ നശിപ്പിക്കാനായിട്ട്, ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് സ്വയം നശിക്കുകയാണ് ലൈസോസോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡൊമിനേഷൻ സ്ക്വാഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊമിനേഷൻ സ്ക്വാഡ് എന്നറിയപ്പെടുന്നത് ലൈസോസോമാണ്. ആത്മഹത്യാ സഞ്ചികൾ, ഡൈജസ്റ്റീവ് ബാഗ്, ഡൊമിനേഷൻ സ്ക്വാഡ്, ഇതൊക്കെയാണ് ലൈസോസോമിൻ്റെ വിശേഷങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു കോശത്തിൻ്റെ എനർജി കറൻസി, അതായത് ഊർജ്ജത്തെ കോശങ്ങൾ വച്ചേക്കുന്നത് അല്ലെങ്കിൽ കോശങ്ങൾ ഊർജ്ജത്തിനെ ATPയുടെ രൂപത്തിലാണ് സൂക്ഷിക്കുന്നത്. ATPയുടെ ഫുൾ ഫോം നമ്മൾ പറഞ്ഞിരുന്നു, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി അപ്പാരറ്റസ് ആണ്. ഗോൾഗി കോംപ്ലക്സ് എന്നും ഗോൾഗി അപ്പാരറ്റസ് എന്നും ഒക്കെ അതിന് പേരുണ്ട്. പിന്നെ ഗോൾഗി ബോഡീസ് എന്നും പറയാറുണ്ട്. ഇനി കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണ്. കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നത് പ്രോട്ടീനുകളാണ്. അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ ശരീരത്തിലെ കോശത്തിനുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് പ്രോട്ടീനുകളാണ്. അതുകൊണ്ടാണ് കോശമർമ്മത്തിൽ പ്രോട്ടീനുകൾ ഉണ്ടാക്കുന്ന റൈബോസോമുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൂടി ഓർത്ത് വെച്ചേക്കുക, റൈബോസോമും ഒരു കോശാംഗമാണ്. ആ കോശാംഗത്തിൻ്റെ ധർമ്മം പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതാണ് ഒരു കോശത്തിൻ്റെ ഒരു രൂപരേഖ, അതുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതാണ്ട് ഇവിടെ മൈറ്റോകോൺട്രിയ ഉണ്ട്, ഇവിടെ പ്ലാസ്മ മെംബ്രെയിൻ അഥവാ കോശ സ്ഥലമുണ്ട്, മൈക്രോ ട്യൂബ്യൂൾ നമുക്ക് ആവശ്യമില്ല, സെൻട്രോസോം ഉണ്ട്. ഇവിടെ സെൻട്രോസോം ഉണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? നമുക്കറിയാമല്ലേ, സെൻട്രോസോം ജന്തുകോശത്തിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിത്രം ഞാൻ കാണിച്ചേക്കുന്നത് കോശാംഗങ്ങളൊരു റിവൈൻഡ് ആയിട്ടാണ്.
അപ്പോൾ സെൻട്രോസോം ഉണ്ടെങ്കിൽ ഇതൊരു ജന്തുകോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് ലൈസോസോം, ഡൊമിനിഷ്യൻ സ്കോഡ്, ഡൈജസ്റ്റീവ് ബാഗ് അല്ലെങ്കിൽ ആത്മഹത്യാ സഞ്ചികൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ലൈസോസോം. ഇനി ഇതാ ഇവിടെ വാക്യൂൾ ഉണ്ട്. വാക്യൂൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, ഫേനം അല്ലേ. ഫേനം എന്താണ് ചെയ്യുന്നത്, ജലത്തെയും മറ്റ് ലവണങ്ങളെയും ഒക്കെ സംഭരിച്ച് വയ്ക്കുക. അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഷേപ്പൊന്നുമില്ല, എന്തെങ്കിലും ഒക്കെ സംഭരിച്ച് വയ്ക്കുമ്പോൾ അതിനൊരു ഷേപ്പ് വരുന്നതാണ്. ഇനി ഇതാണ് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം. ഗോൾഗി വെസിക്കിൾ ഉണ്ട്. ഗോൾഗി വെസിക്കിൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഗോൾഗി അപ്പാരറ്റസ് ഉണ്ട്. ഗോൾഗി അപ്പാരറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡീസ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ് എല്ലാം ഒന്ന് തന്നെയാണ്. ഇനി ഇവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് രീതിയിലുണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. അത് നിങ്ങൾക്ക് വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇവിടെയൊക്കെയുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ഒരു ഗോളാകൃതിയിലുള്ള ഭാഗം ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട്, പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ആ ഗോളാകൃതിയിലുള്ള ഭാഗം റൈബോസോമാണ്. കണ്ടില്ലേ, റൈബോസോമാണ്. ഇപ്പോൾ റൈബോസോം ഉള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, കണ്ടില്ലേ, ഇത് മുഴുവനായിട്ട് ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനുള്ളിൽ ഒരു ഗോളാകൃതിയിലുള്ള ഭാഗമാണ്, അതാണ് ന്യൂക്ലിയോലസ് അഥവാ മർമ്മകം. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്രൊമാറ്റിൻ ജാലികയുണ്ട്. അവിടെ വലക്കണ്ണികൾ പോലെ കോശത്തിനുള്ളിൽ, കോശമർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്നതാണ് ക്രൊമാറ്റിൻ ജാലിക എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഇനി അടുത്തത് കോശവിഭജനത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് കോശവിഭജനം? കോശവിഭജനത്തെ പറ്റിയിട്ട് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് കോശചക്രം എന്നറിയണം. കോശചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശവിഭജനം, ഒരു കോശം വിഭജിച്ചിട്ട് അടുത്ത വിഭജനം വരെയുള്ള ആ ഒരു സമയത്തെ കാര്യങ്ങളാണ് കോശചക്രം എന്നറിയപ്പെടുന്നത്. സെൽ സൈക്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് ഒരു വിഭജനം മുതൽ അടുത്ത വിഭജനം വരെ, അതാണ് കോശചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പുത്രികാകോശം? ഇംഗ്ലീഷിൽ ഡോട്ടർ സെൽ എന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഒരു കോശത്തെ വിഭജിച്ച് കഴിഞ്ഞാൽ, ഒരു കോശം രണ്ടായിട്ട് മുറിഞ്ഞു കഴിയുമ്പോൾ അത് രണ്ട് കോശങ്ങളായിട്ട് മാറും. ഈ രണ്ട് കോശങ്ങൾ അല്ലെങ്കിൽ കോശ വിഭജനത്തിലൂടെ ഉണ്ടാകുന്ന കോശങ്ങളെയാണ് പുത്രികാകോശങ്ങളെന്ന് പറയുന്നത്. ഇനി കോശവിഭജനം രണ്ട് രീതിയിലുണ്ട്. പ്രോകാരിയോട്ടിൽ നടക്കുന്നതും യൂക്കാരിയോട്ടിൽ നടക്കുന്നതും വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശവിഭജനങ്ങളാണ്. പ്രോകാരിയോട്ടിൽ നടക്കുന്നത് ദ്വിവിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷനാണ്. പ്രോകാരിയോട്ടിൽ നടക്കുന്നത് ദ്വിവിഭജനം അല്ലെങ്കിൽ ബൈനറി ഫിഷനാണ്. പക്ഷേ യൂക്കാരിയോട്ടിൽ അത് രണ്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. ഒന്ന് മൈറ്റോസിസ് അഥവാ ക്രമഭംഗം, രണ്ട് മിയോസിസ് അഥവാ ഊനഭംഗം. ഇപ്പോൾ യൂക്കാരിയോട്ടിലാണ് ക്രമഭംഗവും ഊനഭംഗവും നടക്കുന്നത്. പക്ഷേ പ്രോകാരിയോട്ടിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് ഒരു കോശമുണ്ട്, ആ കോശം ദ്വിവിഭജനത്തിലൂടെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൈറ്റോസിസിലൂടെ രണ്ട് കോശങ്ങളാണ് ഉണ്ടാകുന്നത്. മൈറ്റോസിലൂടെ രണ്ട് പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകുന്നത്. അത് സാധാരണ ശരീരകോശങ്ങൾ വിഭജനത്തിനാണ് മൈറ്റോസിസ് എന്ന് അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. ഇനി മിയോസിസിലാണെങ്കിൽ പ്രത്യുൽപാദന കോശങ്ങളിലാണ് മിയോസിസ് നടക്കുന്നത്. 4 പുത്രികാ കോശങ്ങളാണ് ഉണ്ടാകാറുള്ളത്. അതായത് ഒരു കോശം വിഭജിച്ച് രണ്ടാകുന്നു, ആ രണ്ട് കോശങ്ങൾ ഉടനെ തന്നെ വിഭജിച്ച് 4 ആകുന്നു. അപ്പോഴാണ് മിയോസിസ് കംപ്ലീറ്റ് ആകുന്നത്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഉടനെ വരുന്നതായിരിക്കും. ഇനി ക്രമഭംഗം ആദ്യമായിട്ട് നിരീക്ഷിച്ചത് ആരാണെന്ന് 2 ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ പഠിക്കണം. ജന്തുകോശങ്ങളിൽ ആദ്യമായിട്ട് ക്രമഭംഗത്തെ നിരീക്ഷിച്ചത് ഫ്ലെമിംഗ് ആണ്. അതേപോലെ സസ്യകോശങ്ങളിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ക്രമഭംഗത്തെ നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ്. ഇപ്പോൾ ബർഗർ എന്ന് പറയുമ്പോൾ സസ്യമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ജന്തുകോശങ്ങൾ ആദ്യമായിട്ട് ക്രമഭംഗം നിരീക്ഷിച്ചത് ഫ്ലെമിംഗ് ആണ്. സസ്യകോശങ്ങളിൽ ആദ്യമായി ഈ പറയുന്ന ക്രമഭംഗത്തെ നിരീക്ഷിച്ചത് സ്ട്രാസ്ബർഗർ ആണ്. ഇനി അടുത്തത് കോശവിഭജനത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടത്തിൻ്റെ ഒരു പേരുണ്ട്. കോശവിഭജനത്തിന് തയ്യാറെടുക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർഫേസ് ആണ്. ഈ സമയത്ത് കോശം വളരുകയും അത് വിഭജനത്തിന് തയ്യാറാവും. അതായത് എന്തൊക്കെയാണ്, DNA വളരണം, ക്രൊമാറ്റിൻ ജാലിക വളരണം, എന്നാലല്ലേ 2 കോശത്തിന് വേണ്ടിയിട്ട് വളരാൻ സാധിക്കും. എല്ലാ കോശ വിഭജനം നടക്കുമ്പോഴും 2 കോശത്തിലും ഈ പറയുന്ന കോശാംഗങ്ങളെല്ലാം ഉണ്ടാകണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പാണ് ഇൻ്റർഫേസിൽ നടക്കുന്നത്. ഇനി ഈ ഇൻ്റർഫേസിനെ തുടർന്ന് വരുന്ന ഘട്ടം എന്ന് പറയുന്നത് കോശ വിഭജന ഘട്ടമാണ്. അപ്പോൾ ഇൻ്റർഫേസിനെ തുടർന്ന് വരുന്ന ഘട്ടം കോശ വിഭജന ഘട്ടമാണ്. കോശ വിഭജനത്തിന് അല്ലെങ്കിൽ സെൽ ഡിവിഷന് 2 ഘട്ടമുണ്ട്. ഒന്ന് കാരിയോകൈനസിസ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, KAR ആണ് കേട്ടോ. കാരിയോകൈനസിസും സൈറ്റോകൈനസിസും. കാരിയോ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്നാണ് അർത്ഥം. കാരിയോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ന്യൂക്ലിയസ് എന്നും കൈനസിസ് എന്ന് പറഞ്ഞാൽ വിഭജനം എന്നുമാണ് അർത്ഥം. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ വിഭജനം എന്നാണ് കാരിയോകൈനസിസ് എന്ന ഒന്നാമത്തെ ഘട്ടത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഘട്ടം സൈറ്റോകൈനസിസ്, സെല്ലിൻ്റെ, സൈറ്റോ മീൻസ് സെല്ലാണ്, കൈനസിസ് വിഭജനം, സെല്ലിൻ്റെ വിഭജനം അല്ലെങ്കിൽ
കോശദ്രവ്യത്തിൻ്റെ വിഭജനം. കോശം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിലുള്ള കോശദ്രവ്യമാണല്ലോ. അപ്പോൾ കോശദ്രവ്യത്തിൻ്റെ വിഭജനത്തെയാണ് സൈറ്റോകൈനസ് എന്ന് പറയുന്നത്. ഇനി കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കേണ്ട കുറച്ച് ഘട്ടങ്ങളുണ്ട്, പേരുകളുണ്ട്. ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലെ ഘട്ടങ്ങളുടെ പേരുകളാണ്. അപ്പോൾ ആ പേരുകൾ കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക. ക്രമഭംഗത്തിലും ഊനഭംഗത്തിലും ഈ 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്: പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. പക്ഷേ ഊനഭംഗത്തിൽ അല്ലെങ്കിൽ മിയോസിസിലാണെങ്കിൽ മിയോസിസിന് പ്രധാനമായിട്ടും 2 സ്റ്റെപ്പ് ഉണ്ട്: മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. അപ്പോൾ അതിൽ നടക്കുന്നത് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. അത് കഴിഞ്ഞ് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഓരോ സ്റ്റെപ്പിലും എന്താണ് നടക്കുന്നതെന്ന് ഒറ്റ പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. ഒന്നാമത്തേത് എന്താണ് പ്രോഫേസിൽ നടക്കുന്നത്. പ്രോഫേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രൊമാറ്റിൻ ജാലിക, വലക്കണ്ണികൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നൊരു സാധനമാണ്. ഈ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്ന സാധനം ക്രോമസോമായിട്ട് മാറും. അതാണ് പ്രോഫേസിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് ക്രോമസോം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലൊരു ചിത്രം. ഇതാണ് ക്രോമസോം, അതായത് എക്സ് പോലെ ആകൃതിയിലുള്ളൊരു സാധനം. അപ്പോൾ ഈ ക്രോമസോം നമ്മൾ നല്ല രീതിക്ക് വരയ്ക്കാനായിട്ട് ഇങ്ങനെയും വരയ്ക്കാറുണ്ട്. പക്ഷേ കൃത്യമായിട്ട് ഇതാണ് കറക്റ്റ്. കാരണം ഈ പറയുന്ന ഒരു സാധനം ഇങ്ങനെയുള്ളൊരു വര ക്രൊമാറ്റിഡാണ്. അതായത് ഇതൊരു ക്രൊമാറ്റിഡ്, മറ്റേത് ഈ ഒരു ക്രൊമാറ്റിഡ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കേണ്ട വേഗൊരു കാര്യം, ഒറ്റ ക്രൊമാറ്റിഡ് മാത്രമുള്ളതിനെയും നമ്മളൊരു ക്രോമസോമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പോൾ ഒറ്റ ക്രൊമാറ്റിഡ് ഉള്ളതൊരു ക്രോമസോമാണ്, 2 ക്രൊമാറ്റിഡ് വന്നാലും ഒരു ക്രോമസോമാണ്. അപ്പോൾ ഇത് ഇത്രയും ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഈ ക്രൊമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറുന്നത് പ്രോഫേസിലാണ്. ക്രോമസോം ഉണ്ടെങ്കിൽ മാത്രമേ കോശ വിഭജനം നടക്കുകയുള്ളൂ. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ക്രൊമാറ്റിൻ ജാലിക കോശ വിഭജന സമയത്ത് ക്രോമസോമായിട്ട് മാറുന്നു. ആ മാറുന്ന ഘട്ടത്തിന് പറയുന്ന പേര് പ്രോഫേസ് എന്നാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം മെറ്റാഫേസ്. മെറ്റാഫേസ് സമയത്ത് ഈ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നു. മൂന്നാമത്തേത് അനാഫേസ് ആണ്. അപ്പോൾ ഇപ്പോൾ ക്രോമസോമുകൾ മധ്യഭാഗത്താണ്. ഇതുപോലുള്ള ഒരു ക്രോമസോം മധ്യഭാഗത്തുണ്ട്. ഈ ക്രോമസോം 2 ക്രൊമാറ്റിഡുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ. അപ്പോൾ ഇതിൽ ഒരു ക്രൊമാറ്റിഡ് ഒരു ധ്രുവത്തിലേക്കും മറ്റേ ക്രൊമാറ്റിഡ് മറ്റേ ധ്രുവത്തിലേക്കുമായിട്ട് മാറുന്ന ഘട്ടമാണ് ഈ പറയുന്ന അനാഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനാഫേസിൽ മാറുന്ന ഈ 2 ക്രൊമാറ്റിഡുകളും വെറും ക്രൊമാറ്റിഡുകളല്ല, അത് പുത്രികാ ക്രോമസോമുകളാണ്. പുത്രികാ ക്രോമസോമുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ക്രൊമാറ്റിഡ് ഉണ്ടെങ്കിലും അതൊരു ക്രോമസോമാണ്. അപ്പോൾ അനാഫേസിൽ ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രൊമാറ്റിഡുള്ള പുത്രികാ ക്രോമസോം 2 ധ്രുവങ്ങളിലേക്കും നീങ്ങുന്നു. ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ടീലോഫേസ് ആണ്. ടീലോഫേസിൽ നടക്കുന്നത് നമുക്കറിയാം. ടീലോഫേസ് ആകുമ്പോൾ കോശ വിഭജനം അവസാനിച്ചു. അപ്പോൾ ടീലോഫേസിലാണ് 2 പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൂടി ആ സമയത്ത് ഓർക്കുക. കോശ വിഭജനം അവസാനിച്ചു. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ്, കോശത്തിനുള്ളിൽ, കോശമർമ്മത്തിനുള്ളിൽ വലക്കണ്ണികൾ പോലെ ക്രൊമാറ്റിൻ ജാലിക കാണപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ക്രോമസോം ഇല്ല. കോശ വിഭജനത്തിന് മാത്രമാണ് ക്രോമസോം ഉണ്ടാകുന്നത്. സോ ടീലോഫേസ് ആകുമ്പോഴത്തേക്കും ഈ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയായിട്ട് മാറുന്നു. അപ്പോൾ ക്രോമസോമുകൾ ക്രൊമാറ്റിൻ ജാലികയാവുന്നത് അവസാന ഘട്ടമായ ടീലോഫേസിലാണ്. ക്രൊമാറ്റിൻ ജാലിക ക്രോമസോം ആകുന്നത് ആദ്യഘട്ടമായ പ്രോഫേസിലാണ്. മെറ്റാഫേസിൽ നടക്കുന്നത് ഈ പറയുന്ന ക്രോമസോമുകൾ മധ്യഭാഗത്ത് ക്രമീകരിക്കപ്പെടുന്നു. അനാഫേസിലാണെങ്കിൽ ഈ ക്രോമസോമിൻ്റെ ക്രൊമാറ്റിഡുകൾ വേർപിരിഞ്ഞ് ഓരോ ക്രൊമാറ്റിഡുള്ള പുത്രികാ ക്രോമസോം 2 ധ്രുവങ്ങളിലേക്കും നീങ്ങുന്നു. ഇനി അടുത്തത് ക്രമഭംഗത്തിൻ്റെയും ഊനഭംഗത്തിൻ്റെയും വ്യത്യാസങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ക്രമഭംഗത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റമില്ല. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം മനുഷ്യ ശരീരത്തെ മാത്രം എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. മനുഷ്യ ശരീരത്തിന് 46 ക്രോമസോമുകളാണുള്ളത്. അപ്പോൾ ഈ 46-ൽ 1-2 കൂടുകയോ കുറയുകയോ ചെയ്താൽ മനുഷ്യനല്ലാത്ത സ്വഭാവങ്ങൾ പോലും കാണിക്കാറുണ്ട്. ഇപ്പം 1-2 കൂടിയാലും അത് മനുഷ്യൻ തന്നെയാണ്. അവർക്ക് ചില അസുഖങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. എന്തായാലും 50-60 ക്രോമസോമുള്ളത് ഒരിക്കലും മനുഷ്യനായിരിക്കില്ല. അതുപോലെ 46 എല്ലാ മനുഷ്യരിലുമുള്ള ക്രോമസോം സംഖ്യ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കോശം ഉണ്ടായിരുന്നു. ആ കോശം വിഭജിച്ചപ്പോൾ കോശത്തിൻ്റെ ക്രോമസോം സംഖ്യയ്ക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ തുടർന്നുണ്ടാകുന്ന കോശങ്ങൾ മനുഷ്യൻ്റെ കോശങ്ങളല്ലാതാകും. അതൊരിക്കലും മനുഷ്യൻ്റെ കോശ വിഭജനത്തിൽ സാധിക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു, ശരീരകോശങ്ങൾക്ക്, സാധാരണ ശരീരകോശങ്ങൾക്ക് നടക്കുന്ന കോശ വിഭജനം ക്രമഭംഗമാണ്. അപ്പോൾ ഈ ക്രമഭംഗത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം വന്നാൽ അത് മനുഷ്യൻ്റെ ക്രോമസോം സംഖ്യയിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ടാണ് പറയുന്നത് ക്രോമസോമിൽ സംഖ്യയ്ക്ക് വ്യത്യാസം വരില്ല. എവിടെ? ക്രമഭംഗത്തിൽ. ക്രമഭംഗത്തിൽ ക്രോമസോം സംഖ്യയ്ക്ക് വ്യത്യാസം വരില്ല.
അതുകൊണ്ട് തന്നെ ക്രമഭംഗത്തെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്രമഭംഗം നടക്കുന്നത് കോശ വളർച്ചയ്ക്കും കലകളുടെ കേടുപാടുകൾ തീർക്കാനുമാണ്. അപ്പോൾ ഒരു കോശം വിഭജിച്ച് 2 കോശമായാലേ കോശങ്ങൾക്ക് വളരാൻ സാധിക്കൂ. കലകളുടെ കേടുപാടുകൾ തീർക്കാനെന്ന് പറഞ്ഞാൽ ഒരു മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ കോശങ്ങൾ വിഭജിച്ച് വീണ്ടും വീണ്ടും ഉണ്ടായി പഴയതുപോലെ ആകുന്നതിനാണ് ക്രമഭംഗം നടക്കുന്നത്. ഇനി ഊനഭംഗം എവിടെയാണ് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബീജകോശങ്ങൾ രൂപപ്പെടാനാണ്. അതായത് പ്രത്യുൽപാദന കോശങ്ങൾ വിഭജിച്ച് ബീജവും അണ്ഡവും ഉണ്ടാവാനാണ് ഊനഭംഗം നടക്കുന്നത്. അവിടെ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രോമസോമിൻ്റെ എണ്ണം പകുതിയായാലും മനുഷ്യനല്ലാതാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത് ശരിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാകുമ്പോൾ ഒരു ബീജത്തിന് 26 ക്രോമസോമുകൾ ഉണ്ടാകും, ഒരു അണ്ഡത്തിനും 26 ക്രോമസോമുകൾ ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന വലിയ ക്രോമസോമിന്, അതായത് സൈഗോട്ട് എന്നാണ് പറയുന്നത്, പുതിയ മനുഷ്യനുള്ള ക്രോമസോമാണ്. അപ്പോൾ ഈ സൈഗോട്ടിൽ അപ്പോൾ എത്ര ഉണ്ടാകും? 23 + 23 46 ക്രോമസോമുകൾ തന്നെ ഉണ്ടാകും. ഇനി നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഊനഭംഗത്തിലെ ക്രോമസോമിൻ്റെ എണ്ണം പകുതി ആയില്ലായിരുന്നുവെങ്കിലോ, ഇവിടെ 46, ഇവിടെ 46, ടോട്ടൽ വരുമ്പോൾ 92 ആകും, മനുഷ്യനല്ലാതാകും. അപ്പോൾ അതിന് ആവശ്യമില്ലാതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ 92 മനുഷ്യനല്ലാതാകും. ആ ഒരു സംഭവം ഒരിക്കലും നടക്കാതിരിക്കാനാണ് ഊനഭംഗം വഴി പ്രത്യുൽപാദന കോശങ്ങളിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങൾ ക്രോമസോമിൻ്റെ എണ്ണം പകുതിയാക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഊനഭംഗത്തിൻ്റെ സ്റ്റെപ്പുകളൊന്നും വലുതായിട്ട് പഠിക്കാനില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഘട്ടങ്ങൾ തന്നെയാണ്. പക്ഷേ മുറിഞ്ഞു മാറൽ അഥവാ ക്രോസിങ് ഓവർ ഓർത്ത് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ക്രൊമാറ്റിഡുകൾ തങ്ങളിൽ കൂടിക്കലർന്ന് ഒരു രീതിയിൽ കോശവിഭജനത്തിന് സമയത്ത് ഉണ്ടാകുന്നൊരു സംഭവമാണ് ക്രോസിങ് ഓവർ. അതായത് ക്രൊമാറ്റിഡുകൾ തങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നൊരു സംഭവമാണ്. അത് പരിണാമത്തിന് പോലും കാരണമാകുന്നു. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ക്രോസിങ് ഓവർ അല്ലെങ്കിൽ മുറിഞ്ഞുമാകൽ എന്ന പേരും ഊനഭംഗത്തിലാണ് നടക്കുന്നതെന്നും അതെന്താണെന്നും ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്തത് കോശസന്തുലനമാണ്. കോശസന്തുലനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ മാത്രമല്ല, കോശസന്തുലനം നടക്കാനായിട്ട് ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒന്നുമില്ല, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഇരുവശത്തും ഗാഢത തുല്യമാകുന്നത് വരെ സ്വയമേവ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഡിഫ്യൂഷൻ. തന്മാത്രകൾ, അതായത് നമ്മളിപ്പോൾ 2 പാത്രം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തന്മാത്രകൾ കൂടുതലായിരിക്കും, ഇവിടെ തന്മാത്രകൾ കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന തന്മാത്രകൾ കൂടിയെടുത്തുനിന്ന് തന്മാത്രകൾ കുറഞ്ഞിടത്തേക്ക്, ഈ ഗാഢത കൂടിയെടുത്തുനിന്ന് ഗാഢത കുറഞ്ഞിടത്തേക്ക് തന്മാത്രകൾ പോകുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ് അല്ലെങ്കിൽ വൃതിവ്യാപനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രോസസ്സ്. പക്ഷേ ഈ തന്മാത്രകൾ ജലതന്മാത്രകളാണെന്ന് മാത്രം. അതായത് ഇവിടെയുള്ളതും ജലതന്മാത്രകളാണ്. ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രക്രിയയാണ് വൃതിവ്യാപനം അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം. ഇടയ്ക്ക് ഒരു സ്ഥലം കാണും. ആ സ്ഥലത്തിൻ്റെ പേര് അർദ്ധതാരീയ സ്ഥലം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ്. അപ്പോൾ ജലതന്മാത്രകൾ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഗാഢത തുല്യമാകുന്നത് വരെ ഒരു അർദ്ധതാരീയ സ്ഥലത്തിലൂടെ വ്യാപിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ഇതിന് രണ്ടിനും പ്രത്യേകതകളുണ്ട്. ഗാഢതാ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 പ്രക്രിയകൾ നടക്കുന്നത്. ഇനി 2 നമുക്കറിയാമല്ലോ, കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് വരാൻ പ്രത്യേകിച്ച് എനർജി ഒന്നും ആവശ്യമില്ല, അവർ തങ്ങളിൽ അങ്ങ് പൊക്കോളും, അടുത്ത് വെച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ സംഭവം ഉള്ളതുകൊണ്ട് ഊർജത്തിൻ്റെ ആവശ്യമില്ലാതെ പദാർത്ഥ വിനിമയം നടക്കുന്ന 2 പ്രക്രിയകളാണ് ഈ പറയുന്ന ഓസ്മോസിസും ഡിഫ്യൂഷനും എന്ന് കൂടി ഓർക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഊർജ്ജം ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ്. അപ്പോൾ ഇത് ഊർജ്ജത്തിൻ്റെ ഉപയോഗത്തിലല്ല, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ സഹായത്തിലാണ്. അതായത് ഇപ്പോൾ ഇതൊരു സെല്ലിൻ്റെ കോശസ്തരമാണെന്ന് വിചാരിക്കുക. ഇവിടെ കുറച്ച് പ്രോട്ടീനുകൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു വസ്തു, ഏതെങ്കിലും ഒരു വസ്തു, കോശസ്തരത്തിൻ്റെ പുറത്ത് ഒരു വസ്തു ഇരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ പ്രോട്ടീൻ്റെ അടുത്താണ് ഈ വസ്തു ഇരിക്കുന്നത്. ഈ പ്രോട്ടീൻ നേരെ തിരിഞ്ഞ് അകത്ത് വരും. പ്രോട്ടീൻ നേരെ തിരിഞ്ഞ് അകത്ത് വന്നിട്ട് ഈ പറയുന്ന വസ്തു ഇവിടെ ആയിട്ട് മാറും. ഇതാണ്, അതായത് കോശസ്തരത്തിന് പുറത്തുണ്ടായിരുന്ന ഒരു വസ്തുവിനെ ഈ പ്രോട്ടീൻ്റെ സഹായത്തോടു കൂടി അകത്തേക്ക് എടുക്കുക. ഇതിനെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഡിഫ്യൂഷൻ തന്നെയാണ്, പക്ഷേ അതിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുക.
ഇപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്താണ്? ചില തന്മാത്രകളുടെ ഡിഫ്യൂഷൻ നടക്കുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്തിലാണ്. ഈ പ്രക്രിയ അറിയപ്പെടുന്നത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്നാണ്. അതിനൊരു ഉദാഹരണം കൂടി പഠിച്ചു വച്ചേക്കുക. രക്തലോമികകളിലേക്കുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയുടെയും അമിനോ ആസിഡുകളുടെയും ആഗിരണം നടക്കുന്നത് ഈ പറയുന്ന ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ വഴിയാണ് എന്ന് ഓർത്ത് വച്ചേക്കുക. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഡിഫ്യൂഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ച് തന്മാത്രകൾ മാത്രമേ ഉള്ളൂ, ഇവിടെ കുറേ തന്മാത്രകളുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നടക്കേണ്ടത് ഇങ്ങനെയാണ് പ്രോസസ്സ് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇങ്ങനെ അല്ല നടക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കുറച്ചുള്ള തന്മാത്രകളെ കൂടിയ തന്മാത്രകളിലേക്ക് പറഞ്ഞു വരണം. അപ്പോൾ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് പോകാൻ ഊർജ്ജത്തെ ആവശ്യമില്ല. അതിന് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയും. പക്ഷേ കുറഞ്ഞിടത്ത് നിന്ന്, ഗാഠത കുറഞ്ഞ ഇടത്ത് നിന്ന് ഗാഠത കൂടിയ ഇടത്തേക്ക് പോകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജ്ജത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗ്ലൂക്കോസും ലവണങ്ങളും ഒക്കെ ആഗിരണം ചെയ്യുന്നത് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. നമുക്കറിയാമല്ലേ, രക്തത്തിൽ ഒരുപാട് ഗ്ലൂക്കോസ് ഉണ്ട്. ഭക്ഷണം വഴി കിട്ടുന്നത് കുറച്ച് ഗ്ലൂക്കോസാണ്. അപ്പോൾ ഈ കുറച്ച് ഗ്ലൂക്കോസിനെ കൂടി ഗാഠത കൂടിയ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യണമെങ്കിൽ കുറച്ച് ഊർജ്ജം അവിടെ ചിലവാക്കണം. അപ്പോൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ ഊർജ്ജം വേണമെന്നും കൂടി ഓർത്ത് വെച്ചേക്കുക. ഇനി 4 പേരുകളാണ്. സസ്യസ്വേദനം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ട്രാൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. സസ്യശരീരത്തിലേക്ക് ജലം നീരാവിയായിട്ട് പുറത്തു പോകുന്ന പ്രക്രിയയാണ്. നമുക്കറിയാം, സ്റ്റൊമാറ്റ വഴി ഇലകളിൽ നിന്ന് ജലം നീരാവിയായിട്ട് പുറത്തു പോകാറുണ്ട്. ഇതിനെയാണ് സസ്യസ്വേദനം അഥവാ ട്രാൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇനി സസ്യസ്വേദന വലിവ് എന്താണ്? ട്രാൻസ്പിറേഷൻ പുൾ. ഈ ട്രാൻസ്പിറേഷൻ പുൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇലകളിൽ എന്തിനാണ് ട്രാൻസ്പിറേഷൻ അഥവാ സസ്യസ്വേദനം നടക്കുന്നതെന്നറിയാമോ? ഈ സസ്യസ്വേദനം എന്ന് പറഞ്ഞാൽ ഇലകളിലെ വെള്ളം നീരാവിയായി ഈ സ്റ്റൊമാറ്റ വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ വെള്ളം കുറയുമ്പോൾ അവിടെ ഒരു പ്രഷർ കുറവുണ്ടാകുന്നു. അതായത് ഇലകളുടെ അവിടെ പ്രഷർ കുറയുന്നു, വെള്ളത്തിന് കുറവ് സംഭവിക്കുന്നു. വെള്ളത്തിന് കുറവ് സംഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രഷർ കുറയുകയും അവിടെ ഒരു വലിവുണ്ടാകും. അതായത് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വെള്ളത്തെ എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇലകൾ തങ്ങളൊരു വലിവുണ്ടാകും. അപ്പോൾ സൈലം വഴി താഴേക്ക് ആ വലിവുണ്ടാകുകയും റൂട്ടിൽ, അതായത് വേരിൽ നിന്ന് വെള്ളത്തെ വലിച്ചെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിനാണ് സസ്യസ്വേദന വലിവ് എന്ന് പറയുന്നത്. അതായത് സസ്യങ്ങളിൽ വളരെ ഉയരങ്ങളിലേക്ക് ജലം എത്താൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഈ സസ്യസ്വേദന വലിവ്. എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ സസ്യസ്വേദനം വഴി ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പുൾ അവിടെ ഉണ്ടാകുന്നു. ആ വലിവിലൂടെ വെള്ളം മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് സസ്യസ്വേദന വലിവ് വെള്ളത്തെ ആഗിരണം ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രക്രിയയാണ്. ഇനി എന്താണ് ട്രാൻസ്ലൊക്കേഷൻ? നമുക്കറിയാം, ഈ സസ്യശരീരത്തിൽ ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരങ്ങൾ സസ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകാറുണ്ട്. ചിലത് അവിടെ സംഭരിക്കാനായി പോകാറുണ്ട്, ചിലത് അവരുടെ കോശത്തിലെ ആവശ്യത്തിനായിട്ടും പോകാറുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേരാണ്, ഒരു സ്ഥലത്ത് നിന്നും സസ്യങ്ങളിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പദാർത്ഥങ്ങളുടെ ചലനത്തെയാണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആൻറ്റി ട്രാൻസ്പിറൻറ്റ്? നമ്മൾ പറഞ്ഞു ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ സസ്യസ്വേദനം എന്ന് പറഞ്ഞാൽ സസ്യശരീരത്തിൽ നിന്ന് ജലം നീരാവിയായി പുറത്തേക്ക് പോകുന്ന പ്രക്രിയയാണ്. അങ്ങനെയാണെങ്കിൽ ആൻറ്റി ട്രാൻസ്പിറൻറ്റ് എന്ന് പറഞ്ഞാൽ സസ്യസ്വേദനത്തെ നിയന്ത്രിക്കുന്ന രാസവസ്തുക്കൾക്ക് പറയുന്ന പേരാണ് ആൻറ്റി ട്രാൻസ്പിറൻസ്. ഇനി അതിൻ്റെ എക്സാമ്പിളാണ് അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡ് എന്ന് പറയുന്നൊരു ഹോർമോണാണ്. ആൻറ്റി ട്രാൻസ്പിറൻ്റ് ആയി പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അബ്സിസിക് ആസിഡ് എന്നാണ് ഓർത്ത് വെച്ചേക്കുക. ഇനി കോശ ശ്വസനമാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജത്തെ സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനം കൃത്യമായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മാത്രം പഠിച്ചാൽ മതി. ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്ന് ജലവും കാർബൺ ഡൈ ഓക്സൈഡും ATPയും ആകുന്നു. ഇതാണ് കോശശ്വസനത്തിൽ നടക്കുന്നത്. അപ്പോൾ കോശശ്വസനത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വച്ചേക്കേണ്ട 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഗ്ലൈക്കോളിസിസ്. എന്താണ് ഗ്ലൈക്കോളിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമില്ലാത്ത 1ാം ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കുന്നു. എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോശദ്രവ്യത്തിൽ വെച്ച്. ഇതിൽ അവസാനം 2 ATP ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓക്സിജൻ ആവശ്യമില്ല, ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കുന്നു, കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്നു, 2 ATP ഉണ്ടാകുന്നു. ഇനി അടുത്തത് എന്താണ് ക്രബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ. ക്രബ്സ് പരിവൃത്തി അല്ലെങ്കിൽ ക്രബ്സ് സൈക്കിൾ. അപ്പോൾ നേരെ തിരിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്സിജൻ ആവശ്യമുണ്ട് ഇവിടെ. അപ്പോൾ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലാണെങ്കിൽ
ക്രബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രബ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈറ്റോകോൺട്രിയയിലാണ് ഊർജ്ജം ഉണ്ടാക്കുന്നത്. പ്രധാനമായിട്ടും ഊർജ്ജം ഉണ്ടാക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ഇവിടെ നമ്മുടെ ഗ്ലൈക്കോളിസിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ അല്ലെങ്കിൽ ജലവുമായിട്ട് മാറ്റുന്നു. അപ്പോൾ ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കുന്നത് ഗ്ലൈക്കോളിസിസ്, ഈ പറയുന്ന പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുന്നത് ക്രബ്സ് പരിവൃത്തി. 28 ATP ആണ് ക്രബ്സ് പരിവൃത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോശത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2 + 28 30 ATP ആണ് കോശ ശ്വസനത്തിലൂടെ നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദ്യങ്ങളാണ്. ഗ്ലൈക്കോളിസിലൂടെ 2 ATP ഉണ്ടാകുന്നു, ക്രബ്സ് പരിവൃത്തിയിലൂടെ 28 ATP ഉണ്ടാകുന്നു, കോശ ശ്വസനത്തിലൂടെ മുഴുവനായി 30 ATP ഉണ്ടാകുന്നു. അപ്പോൾ ഈ ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ, ATP നിർമ്മാണത്തിന് ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് നൈട്രജനും ഫോസ്ഫറസുമാണ്. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അവിടെ ഒരു ഫോസ്ഫേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഫോസ്ഫറസ് ഉണ്ടാകണമെന്ന് ഓർക്കാം. അതോടൊപ്പം നൈട്രജൻ കൂടി അതിന് ആവശ്യമായിട്ട് വരുന്ന ഒരു മൂലകമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്നത്. കുറച്ച് നീണ്ടുപോയെന്ന് എനിക്കറിയാം. സത്യം പറഞ്ഞാൽ കലകളെ പറ്റിയിട്ട് കൂടി പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും കലകളെ പറ്റിയിട്ടും കുറച്ച് അഡീഷണൽ ഇൻഫോമൊക്കെ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുന്നതായിരിക്കും. ഈ ക്ലാസ് നീണ്ടുപോയതിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയും നീളം വേണോ അല്ലെങ്കിൽ നീളം കുറയ്ക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് അനിയാക് എഡ്യൂടെക്.